ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു ഉള്ളിത്തീയലായോ. ചെറിയ ഉള്ളി നൊയമ്പൊക്കെയല്ലേ, അപ്പം എല്ലാവരും ഈ ഒരു ഉള്ളിത്തീയലിട്ട് റെസിപ്പി കാണിക്കണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ചെറിയ ഉള്ളി തീയൽ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഒരു 1/2 കിലോളം ചെറിയ ഉള്ളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തൊലിയെല്ലാം കളഞ്ഞ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് മുഴുവനെ ഇടാം, അല്ലാതെ രണ്ടായിട്ട് പകുതി കട്ട് ചെയ്ത് ഇടാം. ഇത് വേവുമ്പോൾ അങ്ങ് വെന്തങ്ങ് ഇതാവും, അല്ലെങ്കിൽ നമുക്ക് പകുതി വലിയ ഉള്ളിയൊക്കെ പകുതി കട്ട് ചെയ്ത് ഇടാം. അപ്പം ചെറിയ ഉള്ളി എടുത്ത് പിന്നെ 2 പച്ചമുളക്, 2 or 4 നിങ്ങളുടെ എരിക്കനുസരിച്ച് പച്ചമുളക്. ഇതാണ് ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ അതിനകത്ത് നമുക്ക് അത്യാവശ്യം വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ഒരു അരമുറി ഒരു 3/4 മുറിയോളം തേങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പിന്നെ അതിൻ്റെ എന്തോ പറയുന്നത്, ആ വെള്ള ഭാഗം ഏറ്റവും നല്ലതായിട്ടും അതുപോലെ തന്നെ നല്ല വിളഞ്ഞ തേങ്ങയായിരിക്കണം എടുക്കേണ്ടത്. അപ്പോൾ തേങ്ങ നന്നായിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് നമുക്ക് നേരത്തെ കാണിച്ചിട്ടുണ്ടല്ലോ വീഡിയോയിലെയും തേങ്ങ വറുത്തരയ്ക്കുന്നത്. തേങ്ങ നന്നായിട്ട് ചൂടാക്കിയിട്ട് കറിവേപ്പില കൂടെ ഇട്ട് 2 ചെറിയ കൂടെ ഇട്ട് നമുക്കത് വറക്കണം. അത് കാണിക്കാമേ. പിന്നെ നമുക്ക് വേണ്ടത് മസാല എന്ന് പറയുന്നത് ഒരു സ്പൂൺ ടേബിൾ സ്പൂണാണ് മല്ലിപ്പൊടി, ഒരു 1.5 സ്പൂൺ ഞാൻ കാശ്മീരി എടുത്തത് എരിക്കനുസരിച്ച് 1.5 or 2 ഒക്കെ ഇടാം. പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. പിന്നെ നമ്മൾ ഇതിനകത്ത് പുളിക്കായിട്ട് ഉപയോഗിക്കുന്നത് വാളംപുളിയാണ്. അത് ഞാൻ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അത് സോക്ക് ചെയ്ത് നമുക്കിതിനകത്ത് ആഡ് ചെയ്യാം പുളിക്കായിട്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ചെറിയ ഉള്ളിയുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാം അറിയാലോ. ഈ ക്യാൻസറിന് വരെ നല്ല ഒരു ഔഷധമാണ് ഈ ചെറിയ ഉള്ളി. പിന്നെ ശരീരം തണുക്കാനും പിന്നെ ബോഡി പെയിൻ എല്ലാം മാറാനും പിന്നെ ചെറിയ നമ്മുടെ പനി അങ്ങനെയുള്ള എല്ലാത്തിനും നമ്മുടെ രോഗപ്രതിരോധ ശേഷി കംപ്ലീറ്റ് ഉയർത്തും ഇത് ചെറിയ ഉള്ളി. അത്രയ്ക്ക് നല്ലതാണ്. പിന്നെ ചെറിയ ഉള്ളിയുടെ തീയൽ ഭയങ്കര ടേസ്റ്റാണ്. അത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാം. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ തേങ്ങയെല്ലാം നല്ലതുപോലെ മൂത്ത്. അപ്പം ഞാൻ ഒരു ടിപ്പ് കൂടെ പറഞ്ഞുതരാം. തേങ്ങ നമ്മൾ വറക്കുന്നതിന് മുമ്പ് മിക്സിയുടെ ജാറിൽ, ഈ പൊടിക്കുന്ന മിക്സിയുടെ ജാറിൽ ചെറുതായിട്ടൊന്ന് പൊടിച്ചു കഴിഞ്ഞാൽ നല്ല യുണീക്കായിട്ട് അതിൻ്റെ തേങ്ങ കിടക്കും. അപ്പം ഇച്ചിരി വലിയ പീസൊക്കെ എല്ലാം നല്ല കറക്റ്റായിട്ട് ഒരേ രീതിയിൽ വരും. അപ്പോൾ പെട്ടെന്ന് തേങ്ങ മൂക്കും. അപ്പോൾ ഇതുപോലെ അതുപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മസാലകൾ ഇടാം. അപ്പോൾ എടുത്ത് വെച്ചേക്കുന്ന നല്ല മണം വരുന്നുണ്ട് ഈ തേങ്ങ. മല്ലിപ്പൊടി, മുളക് പൊടി, മധുരെല്ലാം ഒന്നിച്ചിട്ടേക്കാം. തീ ഓഫ് ചെയ്യുകയോ സിമ്മിലിടുകയോ ചെയ്യണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകുമേ. ഇത് നല്ലതുപോലെ ഈ പച്ചമണം മാറുന്ന പോലെ ഇതിൻ്റെ ചൂടുണ്ട്, ഈ ചട്ടിയിലെ ചൂടും ഉള്ളതുകൊണ്ട് ഞാൻ തീ ഓഫ് ചെയ്തിട്ടേ ഇടത്തുള്ളൂ. എന്ന് വെച്ചാൽ മസാല കരിഞ്ഞു പോയാൽ ആ കറിയുടെ ടേസ്റ്റ് കംപ്ലീറ്റ് പോകും. അതുകൊണ്ട് നമ്മുടെ ചട്ടിയുടെ ചൂടുകൊണ്ട് തന്നെ ഇതിൻ്റെ പച്ചമണം മാറാവുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി മല്ലിയുടെ പച്ചമണം മാറാൻ ഇച്ചിരി സമയമെടുക്കുന്നത്. നല്ലപോലെ ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഒരുവിധം പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി എടുത്ത് വഴറ്റാം. ഓക്കെ. ഇനി പൊടിക്കുന്ന മിക്സിയുടെ ജാറിൽ വെള്ളം തൊടാതെ പൊടിച്ച് എടുക്കണേ. ഈ ഫ്രണ്ട്സ്, നമ്മുടെ ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണയ്ക്കകത്ത് ഈ ചെറിയ ഉള്ളിയും പച്ചമുളക് കൂടെ ഇട്ട് ഒരുവിധം നല്ലതുപോലെ വഴറ്റി ഈ പരുവമാവും. ലാസ്റ്റ് ഈ പരുവത്തിലാണ് നമ്മൾ ഇനി അരച്ച് ചേർക്കേണ്ടത്. ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പം ഒരുവിധം നന്നായിട്ടൊക്കെ വേണ്ട. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് അറിയാം. അടുത്ത പ്രോസസ്സ്, ഈ പുളിയില്ലേ, പുളിവെള്ളം നമ്മൾ പിഴിഞ്ഞ് വെച്ചത് അതുകൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ. ഇത് ചെറുതായിട്ട് ഇടന്നൊന്ന് വേവട്ടെ, എന്നിട്ട് നമുക്ക് അരപ്പ് ചേർക്കാം. ആഡ് ചെയ്ത് അപ്പം പുളിവെള്ളത്തിൽ കിടന്ന ഉരുളി ഒരുവിധമൊക്കെ വെന്ത് ഇനി നമുക്ക് അരപ്പൊഴിക്കാം. ഞാൻ ഈ മൺചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. തീരെ എപ്പോഴും വെക്കുമ്പോഴും എപ്പോഴും മൺചട്ടിയാണ് നല്ലത് കേട്ടോ. തേങ്ങ വറക്കാൻ നേരം മാത്രം ഞാൻ പാൻ എടുത്ത്
അപ്പം ഇതിൻ്റെ അരപ്പോട്ട് ഒഴിക്കാം. ഇത് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് ഒന്നുകൂടെ തിളക്കട്ടെ. തിളച്ച് വരുമ്പോൾ കളറൊക്കെ അങ്ങ് മാറും. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. ഈ ഒരു 5 മിനിറ്റ് കൂടെ ഇരുന്നാൽ മതി. ഇതൊക്കെ ചെറിയ തീയിലിട്ടേക്കാണ്. ഉള്ളിയെല്ലാം നല്ല വെന്ത് അലിഞ്ഞ് നമ്മളിപ്പോൾ ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണെന്ന് നോക്കണം. അപ്പോൾ ഞാൻ നോക്കി, എല്ലാം കറക്റ്റാണ്. ഇനി ഒരു ചെറിയ തീയിലിരിക്കുകയാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ എണ്ണ തെളിയുമ്പോൾ നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒരു 5 മിനിറ്റോളം കഴിഞ്ഞു. നമ്മുടെ എണ്ണയൊക്കെ ദാണ്ട തെളിഞ്ഞു. ഒന്ന് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, എനിക്ക് നന്നായിട്ട് കാണാം. ഇരുന്ന് കുറുകി. ഇനി ഇരിക്കും തോറും ഇത് കുറുകും. അത് നമ്മുടെ ഈ ചട്ടിയുടെ ഒരു പ്രത്യേകത, പിന്നെ തീയലിൻ്റെ നമ്മുടെ വറുത്തരച്ച ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് കറിച്ചട്ടിക്കകത്ത് തോറും ഇരിക്കും തോറും അതിൻ്റെ ടേസ്റ്റ് കൂടും. അപ്പം കണ്ടോ, നേരത്തെ നമ്മൾ എടുത്തതിനേക്കാളും കുറുകി. ഞാൻ തീ ഓഫ് ചെയ്തു. ഇപ്പം എല്ലാം കറക്റ്റ്, തെളിയും കറക്റ്റ്. വേണമെങ്കിൽ പണ്ടത്തെ അമ്മമാരൊക്കെ കുറച്ച് ചെറിയ ഒരു തുള്ളി പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യും. അതൊരു ടിപ്പാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യുക. അപ്പം ഇതിൻ്റെ എല്ലാം രുചി ഒരു ബാലൻസിൽ നിൽക്കും കേട്ടോ. അതുകൊണ്ട് വേണമെങ്കിൽ ചെയ്യാം. ഇനി നമുക്ക് കടുക് പൊട്ടിച്ച് ഒഴിക്കാം. കടുക് അറിയാമല്ലോ ഇതിനകത്ത്. അപ്പോൾ കറിവേപ്പിലയും ചെറിയ ഉള്ളിയൊക്കെ ഇട്ടു. കടുകും കൂടെ പൊട്ടിച്ചു. എല്ലാം നല്ല കറക്റ്റായി. അതെ, കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ. കഴിക്കാനും അതെ. നമ്മൾ ചോറിൻ്റെ കൂടെ ഇതും പപ്പടം കൂടെ ചേർത്ത് കഴിക്കും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ആ ബെസ്റ്റ് കോമ്പിനേഷൻ. വേറെ നോൺ വെജിൻ്റെ കൂടെ കഴിക്കരുത്, എന്നാലും എൻ്റെ ആ ഒരു ഇത് പോകും. പപ്പടവും ചോറും നിങ്ങളത് കഴിച്ചിട്ട് കമൻ്റ് ഇടുക. ഭയങ്കര ടേസ്റ്റാണ്. അതിനോട് പരിപ്പ് വട ഉണ്ടെങ്കിൽ പറയും വേണ്ട, വേറെ ഒന്നും അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കരുത്. പരിപ്പ് വടയും പപ്പടവും ഈ ഉള്ളിത്തീരും ഒന്ന് കഴിച്ച് നോക്കിയിട്ട് കമൻ്റ് ഇട്ട്. സൂപ്പർ കോമ്പിനേഷനാണേ. ഓക്കെ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് ഒത്തിരി പേരിങ്ങനെ ഫോണിൽ കൂടെ എന്നോട് പറഞ്ഞ് നൊയമ്പൊക്കെ ആയതുകൊണ്ട് ഒരു നൊയമ്പ് കറി വെക്കണേന്നും പറഞ്ഞു. അതിൻ്റെ പേരിലാണ് രാവിലെ തന്നെ ഉള്ളിത്തീയൽ വെച്ചത്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ഇതാണ് ഉള്ളിത്തീയൽ. അതുപോലെ നമ്മുടെ ശരീരത്തിന് ഗുണവുമാണ്. അപ്പം ഞാൻ ഈ വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഓക്കെ. അപ്പോൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.